ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുദ്ധമായ സംഗീതം മനസ്സിൽ ശാന്തിയും സമാധാനവും പകർന്നു തരും. അശാന്തമായ മനസ്സിനെ അത് അതിൻ്റെ മാന്ത്രിക സ്പർശത്താൽ ആശ്വസിപ്പിക്കും. ഇതോടൊപ്പം പ്രതീക്ഷ ഉണർത്തുന്ന വാക്കുകൾ കൂടി ചേരുമ്പോൾ മനസ്സ് ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യുന്നു. ആയുധങ്ങൾ ശരീരത്തെയും കഠിനമായ വാക്കുകൾ ഹൃദയത്തെയും മുറിവേൽപ്പിക്കും എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കർമ്മത്തേക്കാൾ ശക്തമാണ് വാക്കുകൾ എന്നാണ്. എങ്കിൽ പിന്നെ പൂജയേക്കാൾ ആരാധനയേക്കാൾ ഈശ്വരന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് നാമജപമായിരിക്കും. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ഹിമഗിരി തനയേ ഹേ മലത്തേ ഹിമഗിരി തനയേ ഹേ മലത്തേ അംബ ഹിമഗിരി തനയേ ഹേ മലത്തേ അംബ ഈശ്വരി ശ്രീലളിതേ മാമവ 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 ഹിമഗിരി തനയേ ഹേ മലത്തേ. രമാവാണി സംസേവിത സകലേ രമാവാണി സംസേവിത സകലേ രമാവാണി സംസേവിത സകലേ രമാവാണി സംസേവിത സകലേ രാജരാജേശ്വരി രാമ സഹോദരി രാജരാജേശ്വരി രാമ സഹോദരി സത്സനി നിപ പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സത്സനി നിപ പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സഗ സനി സനി പനി നിപ മഗ മഗ പമനി പസനി പസനി നിസ സഗ സനി സനി പനി നിപ മഗ മഗ പമനി പസനി പസനി നിസ నిసాగ పని సగ మాప సగ పని పసాని గాసని పని సగ నిస పని సగ మాప సగ పని పసాని గాసని పని సగ మమ గగ సని ని పని ని మమ ప గమ ప సగ మ పని సని ప గ మ ప మమ గగ సని ని పని ని మమ ప గమ ప సగ మ పని సని ప గ మ ప హిమగిరి తనయే హే మలతే അംബ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേ മലത്തേ. പാസാങ്കുശേഷു ദണ്ഡകരേ അംബ പാസാങ്കുശേഷു ദണ്ഡകരേ അംബ പരാപരേ നിജ ഭക്ത പരേ പരാപരേ നിജ ഭക്ത പരേ ആശാ ബരകരി ആശാ ബരകരി കേശ വിലാസേ ആശാ ബരകരി കേശ വിലാസേ ആശാ ബരകരി കേശ വിലാസേ ആശാ ബരകരി കേശ വിലാസേ ആനന്ദരൂപേ അമിത ഭരാവേ ആനന്ദരൂപേ
ശോഭേ ആമിത പ്രതാപേ സത്സനി നിന്ദി പപ്പ മഗ ഗമ ഗമ പനി പപ ഗമ പനി സത്സനി നിന്ദി പപ്പ മഗ ഗമ ഗമ പനി പപ ഗമ പനി സഗ സനി സനി പനി നി പപ മഗ മഗ പമനി പസനി പസനി നി സഗ സനി സനി പനി നി പപ മഗ ഭയ പമനി പസനി പസനി നി నిసాగ పని సగ మాప సగ పని పసాని గాసని పని సగ నిసగ పని సగ మాప సగ పని పసాని గాసని పని సగ మమ గగ సని ని పపని ని మమ గమ ప సగ మపని సని బగ మప మమ గగ సని ని పపని ని మమ గమ ప సగ మపని సని బగ హిమగిరి దనగి ఏ మలతే అంబ ఈశ్వరి శ్రీలలితే పామవ హిమగిరి తనగే హిమగిరి తనగే హిమగిరి తనగే హే మలతే హే మలదే హే మలదే രാമായണവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഇന്ന് മേടമാസത്തിലെ ഉത്രം. ഇന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കൊടിയേറ്റം. അതിൻ്റെ ചരിത്രവും ഐതിഹ്യവുമാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അങ്ങനെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം അവസാനിച്ചു. അടുത്ത ഒരു പൂരക്കാലത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളികളും. പക്ഷേ ആരും തന്നെ അങ്ങനെ വല്ലാതെ വിഷമിക്കേണ്ടതായിട്ടില്ല. ഒരു പ്രസിദ്ധമായിട്ടുള്ള പൂരത്തിൻ്റെ കൊടിയേറ്റ് ദിവസം കൂടിയാണ് എന്ന് മലയാളികളെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടില്ല. സാക്ഷാൽ സംഘമേശ്വരൻ്റെ കൂടൽമാണിക്യത്തിലെ ഭരതസ്വാമിയുടെ തിരുവുത്സവത്തിന് ഇന്നേ ദിവസം കൊടിയേറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈശാഖ മാസക്കാലത്ത് പ്രത്യേകിച്ച് ഭഗവാൻ നാരായണനെ ആരാധിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കേണ്ട ഈ കാലത്ത് ഭഗവാൻ രാമാവതാരം എടുത്ത് ആ ത്രേതായുഗത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് അദ്ദേഹം വനവാസത്തിനായിട്ട് പോയപ്പോൾ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രിയപ്പെട്ട അനുജൻ പാദുക പട്ടാഭിഷേകം നടത്തി ഭഗവാന്റെ ധർമ്മത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയോധ്യയെ ഭരിച്ച ആ ഭരതസ്വാമിയുടെ ആ തിരുവുത്സവ നാളുകൾ ഇനി അങ്ങോട്ട് ഇരിങ്ങാലക്കുടയും ഒപ്പം തന്നെ കേരളത്തെ മുഴുവൻ ഉത്സവത്തിൻ്റെ പുതിയൊരു ലഹരിയിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമുക്ക് കൂടൽമാണിക്യ സ്വാമിയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് അത്രേ സാധാരണ എപ്പോഴും കൂടൽമാണിക്യത്തിൽ കൊടിയേറ്റ്. അങ്ങനെയാണ് പൊതുവിൽ അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് മേടമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ്. കൂടൽമാണിക്യ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതനാണ്. ഭഗവാൻ ശ്രീരാമാവതാരം എടുത്ത സമയത്ത് ഭഗവാന്റെ ഈ 4 അംശങ്ങൾ കൂടി ഒപ്പം ജനിക്കുന്നുണ്ട്. രാമനല്ലാതെ 3 പേരുകൂടിയുണ്ട്: ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അതിൽ ഭരതസ്വാമിയാണ് കൂടൽമാണിക്യത്തെ സംഘമേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന മൂർത്തി. അദ്ദേഹത്തിൻ്റെ വിഗ്രഹം അവിടെ വന്നതിനെക്കുറിച്ച് പൊതുവിലൊരു കഥ പറയാനുണ്ട്. ദ്വാരകയിൽ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ദ്വാരക ഭഗവാന്റെ അവതാരത്തിന് ശേഷം കടലിൽ പോയ സമയത്ത് ഈ 4 വിഗ്രഹങ്ങളും കടലിലൂടെ ഒഴുകി വാക്കയിൽ കൈമൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രമാണിയുടെ കയ്യിൽ കിട്ടിയെന്നാണ്. അദ്ദേഹം ഈ 4 വിഗ്രഹങ്ങളെയും 4 നദീതീരത്തായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ്. അതിൽ ഒന്നാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃപ്രയാർ പുഴയുടെ തീരത്തായിട്ട് തൃപ്രയാർ തേവരെ സാക്ഷാൽ ശ്രീരാമസ്വാമിയെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. 2, അദ്ദേഹം തൻ്റെ അനുജനായിട്ടുള്ള ഭരതനെ കുലീപനി തീർത്ഥക്കരയിൽ ഇരിങ്ങാലക്കുടയിൽ 2ാമത്തെ വിഗ്രഹം അവിടെയാണ് സ്ഥാപിച്ചത്. 3ാമത്തേത് സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹമായിരുന്നു, അത് മൂഴിക്കുളത്തും. 4ാമത്തേത് സാക്ഷാൽ ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹം പായമ്മലും അദ്ദേഹം പ്രതിഷ്ഠിച്ചു.
അതിൽ രണ്ടാമത്തെ വിഗ്രഹം ഭരതന്റെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമാണ് കൂടൽമാണിക്യം. കുലീപനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മഹർഷി അവിടെ യാഗം നടത്തിയിരുന്നു അത്രേ പുരാണ കാലത്ത്. ആ അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടാണ് ഇന്ന് കാണുന്ന കുലീപനി തീർത്ഥം എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ആ കുലീപനി തീർത്ഥക്കരയിലാണ് ഭരതന്റെ പ്രതിഷ്ഠയുള്ളത്. അവിടെ ഭഗവാന്റെ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ ഭരതനാണ് സങ്കല്പം എന്നുണ്ടെങ്കിലും ചതുർബാഹുവാണ്, മഹാവിഷ്ണുവാണ്. മുകളിലെ 2 കൈയിൽ ശംഖും ചക്രവും, താഴത്തെ ഒരു കൈയിൽ അഭയമുദ്രയും മറ്റൊരു കൈയിൽ കോദണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന വില്ലും ധരിച്ചു നിൽക്കുന്ന ഭരതസ്വാമിയാണ് കൂടൽമാണിക്യത്തെ സംഗമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ തിരുവുത്സവമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഭഗവാനെ കാണുമ്പോൾ നമുക്ക് ആത്യന്തികമായിട്ട് ആ ശ്രീരാമസ്വാമിയെ അത്രയധികം സ്നേഹിച്ചിരുന്ന ഭരതനെയാണ് ആ വിഗ്രഹത്തിൽ നമ്മൾ ദർശിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും അധികം പേര് കേട്ട ഭഗവാന്റെ വിളക്ക് ഉത്സവം തന്നെയാണ് ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യത്ത് നടക്കുന്നത്. ഭഗവാന്റെ ഈ തിരുവുത്സവ സമയത്ത് ഉണ്ടാവുന്ന വാദ്യഘോഷങ്ങൾ, അവിടെ എത്തുന്ന ഗജശ്രേഷ്ഠന്മാരുടെ ഒരു നിര, ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിനോട് കിടപിടിക്കുന്ന തരത്തിൽ തന്നെയാണ് ഗജസമ്പത്തും വാദ്യനിരയും ഒക്കെ തന്നെ കൂടൽമാണിക്യത്തും ഉള്ളത്. ഭഗവാനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളും പൊതുവിൽ പറയാറുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാറുള്ളത്, പലയിടത്തും ദേവതാ സാന്നിധ്യങ്ങളൊക്കെ പറയുമെങ്കിലും ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലാത്ത കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം എന്നാണ്. ഇപ്പം എവിടെ പോയാലും നമുക്കൊരു ഉപദേവൻ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുമല്ലോ, ചുരുങ്ങിയത് ഗണപതിയെങ്കിലും ഉണ്ടാവുന്ന പറയുക. ഇവിടെ തെടപ്പള്ളിയിൽ ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഉപദേവത എന്നുള്ള സങ്കല്പത്തിൽ അവിടെ ആരും തന്നെ ഇല്ല. സംഗമേശ്വരൻ മാത്രം അത്രയും മഹാക്ഷേത്രത്തിനകത്ത് ഭഗവാന്റെ ചൈതന്യമാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ്. അതുപോലെ തന്നെ വളരെയധികം കേൾവി കേട്ട ഒരു കൂത്തമ്പലം കൂടി ഭഗവാന്റെ ഈ സന്നിധാനത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സംഗമേശ്വരന് കൂത്ത് വലിയ താല്പര്യമാണെന്നാണ് പൊതുവിൽ പറയുക. ഭഗവാൻ അതുപോലെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആഭരണം എന്ന് വെച്ചാൽ ഭഗവാന് താമരമാലയോട് പ്രത്യേകമായിട്ടൊരു താല്പര്യം ഉണ്ടെന്ന് പറയാറുണ്ട്. എല്ലാ സമയത്തും ഭഗവാന്റെ കഴുത്തിൽ അങ്ങ് കേശാദിപാദം വരെയുള്ള ഒരു താമരമാല ചാർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ദിക്കിലും പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്, കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കണു അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഗൃഹപ്രവേശനം നടക്കണു, എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഭയം, ഇനിയിപ്പോൾ മഴ പെയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഈ പരിപാടികളൊക്കെ വേണ്ട രീതിയിൽ നടക്കാതെ പോവുമോ എന്നൊരു ശങ്ക മനസ്സിലുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, സംഗമേശ്വരന് ഒരു താമരമാല നേർന്നു കഴിഞ്ഞാൽ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം പൊതുവിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ വളരെ വിശേഷപ്പെട്ട വഴുതനങ്ങ നേദ്യം ഉണ്ട് അവിടെ കൂടൽമാണിക്യത്തിൽ. ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഈ വഴുതനങ്ങ നേദ്യം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഭഗവാൻ മാറ്റിക്കൊടുക്കും എന്നുമാണ് പൊതുവിൽ പറയാറുള്ളത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ സാഹിത്യ പാരമ്പര്യം എടുക്കുകയാണെങ്കിൽ ഉണ്ണായി വാര്യരുടെ സംഭാവന നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. ആ മഹാത്മാവിന് ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നും ചരിത്രം സൂചിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന, കേരളത്തിൻ്റെ വാസ്തു പാരമ്പര്യത്തെ മറ്റ് ലോകരാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാൻ തരത്തിൽ പ്രദർശിപ്പിക്കുന്ന ഉത്സവത്തിൻ്റെ ആ ഗാംഭീര്യവും തനിമയും ഒരുപോലെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന സാക്ഷാൽ കൂടൽമാണിക്യത്തെ ഭരതസ്വാമിയുടെ തിരുവുത്സവ നാളുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ആ കുലീപനി തീർത്ഥക്കരയിൽ ചെന്നെത്തുന്ന ആളുകളെയൊക്കെ തന്നെ, തൻ്റെ ഭക്തന്മാരെയൊക്കെ തന്നെ സർവാഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ആ സംഗമേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു ഐതിഹ്യ കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഗണേശ പുരാണത്തിൽ ആദി ഗണപതിയെ കുറിച്ച് പറയുന്നുണ്ട്. പാർവതി ദേവി ഗണേശനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആദി ഗണപതി പാർവതിക്കു പുത്രനായി അവതരിക്കുകയായിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. സാധാരണ ആദി ഗണപതി എന്ന പ്രയോഗം ശിരസ് ഛേദിക്കുന്നതിന് മുൻപുള്ള രൂപത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആദി വിനായക ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ ഗണപതി ക്ഷേത്രങ്ങളെല്ലാം പാർവതി നന്ദനനായ ഗണപതിയുടേതാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം.
ജില്ലയിലെ ഇരിങ്ങാലക്കുട പട്ടണം. ഇവിടെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃപ്രയാർ, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ എന്നിവ രാമായണവുമായി ബന്ധപ്പെട്ട 4 അമ്പലങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഭരതസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ക്ഷേത്രഗോപുരം കടക്കുമ്പോൾ ഇരുഭിത്തികളിലുമായി ആകർഷകമായ 2 ശില്പങ്ങൾ കാണാം. ഒന്ന് ശ്രീരാമ പട്ടാഭിഷേകം, 2 നന്ദിഗ്രാമം, ചെമ്പുമേഞ്ഞ ശീവേലിപുര, ബലിക്കൽപുര, കൂത്തമ്പലം എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും ഇവിടെ കാണാം. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എങ്കിലും കിഴക്കു പടിഞ്ഞാറായി 2 ഗോപുരവാതിലുകളുണ്ട്. 40 ദിവസത്തോളം കൂത്ത് നടത്തിയിരുന്ന കൂത്തമ്പലമാണ് ഇവിടത്തേത്. കുട്ടഞ്ചേരി, ഇരവിച്ചാക്യാർ അടക്കമുള്ള പ്രമുഖന്മാർ ഇവിടെ കൂത്ത് നടത്തിയിരുന്നു. വിദേശികൾ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ വന്ന് ഈ കൂത്തമ്പലത്തിൻ്റെ അതിൻ്റെ ടെക്നോളജിയും സ്ട്രക്ചറും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് ഇവിടുന്ന് പോകാറുണ്ട്. ആ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വേണ്ടി ഇതുപോലെയുള്ള കൂത്തമ്പലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്നത്. കൂത്തമ്പലത്തിൽ കൂത്ത് ആട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രധാന ഉത്സവ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ കൂത്ത്, അതുപോലെ തന്നെ പാടവം പോലെയുള്ള എല്ലാ ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. 10 ഏക്കർ വിസ്തൃതിയുണ്ട് ക്ഷേത്രഭൂമിക്ക്. ഇവിടെ അതിവിശാലമായൊരു ക്ഷേത്രക്കുളം കാണാം. യാഗശാലയായിരുന്ന സ്ഥലത്ത് സ്വയം ആവിർഭവിച്ചതാണ് ഇവിടുത്തെ കുളം എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് ഇതിൽ നിന്നാണ്. പണ്ട് കുലീപനി മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വാസമാണ് ഈ കുളത്തിന് കുലീപനി തീർത്ഥം എന്ന പേര് കിട്ടാൻ കാരണം. ഈ കുളത്തിലെ മത്സ്യങ്ങളെല്ലാം ഓരോ ദേവന്മാരാണ് എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മീനൂട്ടൽ ചടങ്ങ് നടത്തുന്നത്. 2 നിലകളുള്ള വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അതിൽ രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതന്റെ ശിലാവിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. വലത് കൈകളിൽ ഒന്നിൽ വില്ലും മറ്റൊന്നിൽ അഭയമുദ്രയും, ഇടത് കൈകളിൽ യഥാക്രമം ശംഖും ചക്രം എന്നിവയും കഴുത്തിൽ താമരമാലയും അണിഞ്ഞ വിഗ്രഹമാണ് ഭരതന്റേത്. കുലീപനി യാഗശേഷം യജ്ഞാദേവ പ്രതിഷ്ഠയോടുകൂടിയ അമ്പലം ഇവിടെ ഉണ്ടായി എന്നും പിന്നീട് ശൈവ വൈഷ്ണവ തർക്കങ്ങളെ തുടർന്ന് ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നും ഇക്കാലത്ത് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് 4 വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അതിൽ ഭരതന്റേത് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. തൃപ്രയാർ ആറാട്ടിന് ഇവിടത്തെ പൂജ നേരത്തെ അവസാനിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ശൈവ വൈഷ്ണവ ചര്യകൾ കൂടിക്കലർന്നു കിടക്കുന്നത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടത്തെ പൂജകൾ വിഷ്ണു സങ്കല്പത്തിലാണെങ്കിലും ക്ഷേത്ര പ്രദക്ഷിണം ശിവക്ഷേത്രങ്ങളെ പോലെ അപൂർണമാണ്. നളചരിതത്തിന്റെ കർത്താവായ ഉണ്ണായി വാര്യർ ക്ഷേത്രത്തിനടുത്തുള്ള അകത്തൂട്ട് തെക്കേ വാര്യത്തിലെ അംഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. പ്രതിഷ്ഠകളില്ലെങ്കിലും ഹനുമാൻ, ദുർഗ, ഭദ്രകാളി എന്നിവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഉത്സവകാലത്ത് ദേവിമാർക്ക് നിവേദ്യം നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു. തിടപ്പള്ളിയിൽ ഹനുമാന് അവിലും പൂവൻപഴവും നേദിക്കുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തിൽ ക്ഷേത്രം അഗ്നിക്കിരയായെന്നും ശ്രീകോവിലിനോ വിഗ്രഹത്തിനോ കേടുപാടുകൾ ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നു. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നപ്പോൾ വിഗ്രഹത്തിൽ ഒരു ദിവ്യജ്യോതി തെളിഞ്ഞതും അത് മാണിക്യത്തിന്റെ കാന്തിയാണോ എന്ന് പരീക്ഷിച്ചറിയാൻ മാണിക്യക്കല്ല് വിഗ്രഹത്തോട് ചേർത്ത് വച്ച് പരിശോധിച്ചു നോക്കിയെന്നുമുള്ള കഥകൾ നിലവിലുണ്ട്. കായംകുളം രാജാവിൽ നിന്ന് വാങ്ങിയ മാണിക്യം വിഗ്രഹത്തോട് ചേർത്ത് വച്ചപ്പോൾ അത് ലയിച്ച് വിഗ്രഹത്തോട് കൂടിച്ചേർന്നതുകൊണ്ടാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. പ്രധാന വഴിപാട് താമരമാലയാണ്. അത് കാര്യസാധ്യത്തിനുള്ളതാണ്. അതുപോലെ മഴ പെയ്യാതിരിക്കാനും അതിന് വിപരീതമായി മഴ പെയ്യാനും വേണ്ടിയിട്ടും വഴിപാടായിട്ട് ചെയ്യുന്നതാണ് താമരമാല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. അത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരവും അതുപോലെ തന്നെ അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം.
അതുപോലെ അവിൽ ഉള്ള നിവേദ്യങ്ങളുണ്ട്, മറ്റ് പായസം, കൂട്ടുപായസം, മറ്റു പായസങ്ങളൊക്കെ. അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഈ ക്ഷേത്രം ഈ നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. വില്ലുമംഗലത്ത് സ്വാമിയാർ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വന്നിരുന്നു. അപ്പോൾ വിവിധ ക്ഷേത്രങ്ങളുടെ ശക്തി ആവാഹിച്ച ഒരു ശംഖ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ വച്ച് ശംഖ് താഴെ വീണുടഞ്ഞ് സകല ക്ഷേത്രത്തിലെയും ശക്തി ഇവിടത്തെ ശക്തിയോട് കൂടിച്ചേരുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഈ വിശ്വാസമാണ് ഇവിടത്തെ മൂർത്തിക്ക് സംഗമേശ്വരൻ എന്ന പേരുകൂടി നേടിക്കൊടുത്തത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ സംഗമേശ്വരൻ ശിവന്റെ നാമമാണെന്നും മൂർത്തിയുടെ ശൈവ ചൈതന്യമാണ് ഇതിന് പിന്നിലെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ചരിത്ര പഠനത്തിന് അനന്തസാധ്യതകൾ നൽകുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഒരു കാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് ജൈനമുനിയായ ബാഹുബലിയുടെ സഹോദരൻ ഭരതേശ്വരനായിരുന്നു എന്ന വിശ്വാസമുണ്ട്. AD 1194 കുലോത്തുംഗ ചോളന്റെ തഞ്ചാവൂർ ശിലാശാസനത്തിൽ ചേതികുല മാണിക്യപ്പെരുമ്പള്ളി എന്ന വിശേഷണം കാണുന്നതിനാൽ ഇവിടത്തെ മാണിക്യം എന്ന പ്രയോഗം ജൈന ആരാധനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രാചീന കാലത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രതിഷ്ഠ നഗ്നപ്രതിഷ്ഠയാണെന്ന വിശ്വാസവും ജൈന ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വൈവിധ്യപൂർണമായ ആരാധനാരീതികൾ സമർത്ഥമായി സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം. ഒന്നിടവിട്ട വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലും ചാലക്കുടിപ്പുഴയിലും മാറി മാറി നടക്കുന്ന ആറാട്ടുപോലും അത്തരത്തിലുള്ള കൂടിച്ചേരൽ കരാറിന്റെ ഭാഗമായി നിലവിൽ വന്ന ആചാരമായിരിക്കണം. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നതായി രേഖകളിൽ കാണാം. മേടത്തിലെ ഉത്രത്തിന് കൊടിയേറി 11 ദിവസം നീളുന്നതാണ് ഇവിടുത്തെ ആറാട്ടുത്സവം. അഷ്ടമിരോഹിണിയും തുലാത്തിലെ തൃപ്പുത്തരിയുമാണ് മറ്റാഘോഷങ്ങൾ. മേടമാസിലെ ഉത്രത്തിനാണ് ഇവിടെ കൊടിയേറ്റം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. തൃശ്ശൂർ 10 ദേശങ്ങൾ കൂടിയിട്ട് ഒരു ദിവസത്തെ പൂരമാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദേശം ഒന്നിച്ച് 10 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. അത് കൊടി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രോഗ്രാംസ് നടക്കുന്നതാണ്. ചരിത്രവും ഐതിഹ്യവും എന്തുതന്നെയായിരുന്നാലും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൂടൽമാണിക്യം ഇന്നും ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി പ്രൗഢിയോടെ നിലകൊള്ളുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. ഉറച്ച വിശ്വാസമാണ് വിജയത്തിന്റെ ശക്തമായ അടിത്തറ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.